തിരുവനന്തപുരം തിരുമലയിൽ ബി.ജെ.പി. കൗൺസിലർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ CPIM ബി.ജെ.പി. വാക്പോര്. ആത്മഹത്യ ചെയ്ത തിരുമല അനിലിനെ CPM പോലീസും വേട്ടയാടിയെന്നാണ് ബി.ജെ.പിയുടെ ആരോപണം. CPMനെതിരെ സമരം ചെയ്താൽ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് നേതാക്കൾ അനിലിനെ ഭീഷണിപ്പെടുത്തിയെന്ന് ബി.ജെ.പി. നേതാവ് VV രാജേഷ് ആരോപിച്ചു. അനിലിനെ ഏതു തരത്തിലും നിർവീര്യമാക്കുവാനുള്ള ഒരു മാർഗമായി അദ്ദേഹത്തിൻ്റെ ബാങ്കിലെ സാമ്പത്തിക പ്രതിസന്ധിയെ CPM ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ്. അവർ അനിലിനെ ഭീഷണിപ്പെടുത്തുവാൻ ആരംഭിച്ചു. ശക്തമായ നിയമപരമായും രാഷ്ട്രീയമായും ഞങ്ങൾ ശക്തമായി ഇതിനെ നേരിടും. CPMനെതിരായി കോർപ്പറേഷനിലെ അഴിമതികൾ ഉന്നയിച്ച ഒരു കൗൺസിലറെ അദ്ദേഹത്തെ കേസിൽപ്പെടുത്തി കൊടുക്കും, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കും എന്ന പ്രതികാര ബുദ്ധിയോടെ അദ്ദേഹത്തെ സമരരംഗത്തു നിന്നും പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുകയും ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള വളരെ വലിയൊരു ഗൂഢാലോചനയും നടത്തിയിട്ടുണ്ട് CPM. ശക്തമായി അവർ മറുപടി പറയേണ്ടി വരും. രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ ഇതിനെ നേരിടും. അതേസമയം ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ക്ഷുഭിതനായി കാണപ്പെട്ടു. അത് നിങ്ങൾ കണ്ടുപിടിക്കും. ആദ്യം വേണ്ടാത്ത കാര്യങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾ ഓരോന്നും ഉണ്ടാക്കി പറയരുത്. പറയാൻ ഒരു ആഗ്രഹമില്ല. നിങ്ങളിങ്ങനെ നുണ പറഞ്ഞ് CPMനെ പ്രൊട്ടക്ട് ചെയ്യാൻ നടന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, നിങ്ങളോട് ആരാ പറഞ്ഞു? അല്ല, പറയൂ. അത് നിങ്ങളുടെ ഏത് ചാനലാണ്? മതി അവിടെ ഇരുന്നാ മതി അവിടെ. ചോദിക്കരുത്, നിങ്ങൾ ചോദിക്കരുത്. ഞാൻ മറുപടി തരില്ല. ഇന്നലെ ഒരു സൂയിസൈഡ് ചെയ്ത കൗൺസിലറാണ്, മനസ്സിലായില്ലേ? നിങ്ങൾ നുണ പ്രചരിപ്പിക്കരുത്. പിന്നെ ഇല്ല ശുദ്ധം നുണയാണ്. അനിൽ പ്രസിഡന്റായിരുന്ന സഹകരണ ബാങ്കിൽ നിന്ന് ബി.ജെ.പി. നേതാക്കൾ കടമെടുത്ത് ചതിച്ചതിന്റെ പേരിലാണ് ആത്മഹത്യ എന്നാണ് CPM വാദം. അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ബി.ജെ.പിയുടെ പേരാണ് പറയുന്നതെന്നും CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V. ജോയ് പ്രസ്താവനയിൽ പറഞ്ഞു. റിനു ശ്രീധര വാർത്തകൾ ചേർന്നു. റിനു, ഇന്നലെ അദ്ദേഹത്തിന് ആദരമർപ്പിക്കുന്ന ആദരമർപ്പിച്ച ചിത്രമടക്കം ശ്രീ രാജീവ് ചന്ദ്രശേഖരയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഒരു ബാലഗോപാൽ PG എന്ന് പറയുന്ന ഒരാൾ ഇടുന്ന കമന്റ് ഇങ്ങനെയാണ്: പാർട്ടിയാകുന്ന കുടുംബം ഒപ്പം ഉണ്ടെന്ന ഉറപ്പ് താങ്കളെങ്കിലും നൽകിയിരുന്നെങ്കിൽ ആ പാവം ഇന്നും കുടുംബത്തോടൊപ്പം കൂട്ടത്തിൽ ഒരാളായി നമ്മോടൊപ്പം ഉണ്ടാകുമായിരുന്നു. പാർട്ടിയിലെ ആരെയും അറിയിക്കാതെ മനസ്സിലിട്ടുകൊണ്ട് നടന്ന തികച്ചും വ്യക്തിപരമായ വിഷയമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെത്. വിഷയം അറിയാവുന്നവർ പാർട്ടിയിൽ തന്നെയുണ്ട്. തികച്ചും ലളിതമായി ജീവിച്ചിരുന്ന അദ്ദേഹം പാർട്ടിക്ക് വേണ്ടിയാണ് ജീവിതം തന്നെ സമർപ്പിച്ചത്. ഉണ്ടായ നഷ്ടം കുടുംബത്തിനോ പാർട്ടിക്കോ മാത്രമല്ല, രാഷ്ട്രീയത്തിന് അതീതമായ സൗഹൃദ ബന്ധങ്ങൾ കൂടിയാണ് സദ്ഗതി. അടുത്ത കമന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം വെച്ച ഒരു പ്രൊഫൈലാണ്. കന്യാസ്ത്രീമാരെ രക്ഷിക്കാൻ ഛത്തീസ്ഗഡിലും ഡൽഹിയിലും പോയ ഫ്ലൈറ്റ് ചാർജ് മാത്രം മതിയായിരുന്നു അനിൽജിയെ സഹായിക്കാൻ എന്ന് പറഞ്ഞാൽ ഈ രാജീവ് ചന്ദ്രശേഖരന്റെ ഓരോ ഫേസ്ബുക്ക് പോസ്റ്റിനും താഴെ വരുന്ന നമുക്ക് ബി.ജെ.പി. പ്രവർത്തകരാണെന്ന് തികച്ചും നേർക്കുന്നവർ മനസ്സിലാക്കുന്ന ഒരൊറ്റ കമന്റ് പോലും അനുകൂലമായ കമന്റ് എല്ലാം കുറ്റപ്പെടുന്ന കമന്റാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.